അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ശങ്കരനാരായണൻ നമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ഛ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. ഉണ്ണികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോലോത്തിന്റെ ശാപം തീരാതെ തുടരുകയാണ്. വല്യച്ഛനെ അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പുത്തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം എല്ലാം നമുക്കറിയാം. കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ ചുടലയക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റ് തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒഴിച്ചേറിയ അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളുകൂടിയായിരുന്നല്ലേ? ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളുടിക്കേ, ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയമ്പോ? ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ചാ പിതൃക്കൾക്ക് മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയമ്പായാലും ശരി, ദേ കാവിലെ അമ്മാവിന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കണോ? ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര, ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോട്ടോ. എനിക്ക് പ്രീ ഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശ് കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ കരുതിയ. ഇവക്ക് നല്ല മാർക്ക് ഉണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല, തോൽക്കുകയും ചെയ്യും. ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നിർത്ത. അനുഗ്രഹം വാങ്ങിക്കുക. എന്താ അകന്ന് നിൽക്കണേ? അടുത്ത് വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ? ഇനി അടുത്ത ആഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നുവെന്ന്. ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിക്ക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. നാം ആരാണെന്ന് മനസ്സിലായോ? കാലിന്റെ മുടന്ത് കണ്ടില്ലേ? ഇത് ചെറിയച്ഛനാ. എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കുടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളി പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പക തീർക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനെയും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛൻ ആരാ സംഹരിക്കാൻ? മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അമ്മ അല്ല, വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്നെ വിട്ടിരിക്കണു. കരിക്ക് കൊണ്ടുവരിക. എനിക്ക് പോകാൻ സമയമായി. എടാ, നിന്റെ ദേഹത്ത് ചെറിയച്ഛൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കണു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. ദേ, അനുഗ്രഹം എന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കുന്നില്ലോട്ടോ. അത് ഞാനാ, വല്യച്ഛനല്ലേ? ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ പോരെ? കണ്ടോ കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ. അത് ഞാൻ നോക്കി പറഞ്ഞു തരാലോ. നമ്മുടെ അടിച്ചെളിക്കാരി മീനാക്ഷിയാ. യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല. ഞാൻ പോവാണേ. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്. നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം. മനഃശക്തി വേണടാ, മനഃശക്തി. ഓ, മനഃശക്തി. സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആനാന്ന് പറഞ്ഞോ? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ. ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ബ്രഹ്മചാരിയായി പോയില്ലേ? ഇവളിത് എന്തു ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി,
മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി തന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. മീനാക്ഷി, മീനാക്ഷി, ഒന്ന് പൊങ്ങു മീനാക്ഷി. എനിക്ക് പ്രഷറുള്ളതാ. ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങു മീനാക്ഷി. നീ ഏതാ? എന്നെ അറിയില്ലേ? ഞാനിവിടുത്തെ ദാസിപ്പെണ്ണ. ദാസിപ്പെണ്ണോ? ആ. അപ്പൊ മീനാക്ഷിയല്ലേ അവിടെ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ. അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാന് വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാലേ. എങ്കിൽ അതെന്റെ ഭാഗ്യ. ദേ, സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്. ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം. ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞാ, ഓർമ്മ കാണില്ല. എല്ലാവരും കൂടി ഒരിക്കൽ എന്നെ ജീവനോടെ ചിതയിൽ വെച്ച് കൊന്നതാ. ഇത് ഞങ്ങളുടെ മുത്തശ്ശി ആവേശാനന്ദ. ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ, ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് 6 മക്കളായിരുന്നു. 3 ആണും 3 പെണ്ണും. പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു. എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങയെപ്പോലെ ശുദ്ധ ബ്രഹ്മചാരിയാ. താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ? സ്വാമി മൗനവ്രതത്തിലാ. അയ്യോ, ഈശ്വര, അത്ര ജ്ഞാനിയാ. അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ല സ്വാമി അവിടുന്ന്. ഓ, മനസ്സിലായി മനസ്സിലായി. എന്താ? അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്. ഇവിടത്തെ പുരുഷന്മാർക്ക് മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു. അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനായിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. മതി മതി. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോണ്ട് ചിരിച്ചതാ. എന്നാലേ എനിക്ക് മനസ്സിലായി. സ്വാമികൾ പറഞ്ഞത് അമ്മാവന് വ്രതശുദ്ധിയില്ല, മനസ്സിൽ കളങ്കമുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല, അല്ലേ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? അയ്യോ, മുത്തശ്ശി. ചെയ്യിക്കാം സ്വാമി, ചെയ്യിക്കാം. എന്താ എന്താ? അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്. സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ, ഇവൻ വെറുതെ ഓരോന്ന് പറയാ. അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ, ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമകളുടെ ഭാഷ നിനക്ക് അങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച TV കാണാറില്ലേ? അത് കണ്ട് പഠിച്ചതാ. തർക്കമൊന്നും വേണ്ട. ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ. മുത്തശ്ശി പറയട്ടെ. രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലുന്നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കാൻ നിക്കണ്ട. ഏലസ എന്റെ കയ്യില്. എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ? രാമായണം വായിക്കണത് നിനക്ക് സൂഹിക്കണില്ല. മുത്തശ്ശി ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ. പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ലെന്നാ നിന്റെ വിചാരല്ലേ? അയ്യേ, ഇത് ഞാനാണ് മാവ. ഒറ്റടി നേരണ്ടല്ലോ. ഇങ്ങതാ പോ.
ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്കിതുകൊണ്ടൊരാവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദമൊന്നും കേൾക്കണില്ലല്ലോ. കിഷ്കിന്ത കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ? മുത്തശ്ശി, ഇത് ഞാനാ. കുട്ടികളെ മാറിട്ടില്ല നിനക്ക്. മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവൻ ഇരുന്ന് വായിക്ക. ആ, ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ? എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണമെന്ന്. പരിഭവിക്കാതെ സ്വാമികളെ, ഈ പാലങ്ങോട്ട് കുടിക്ക്. നിവർത്തിയുടെ കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാറ്റിനും എന്നെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. താൻ വിഷമിക്കണ്ട. താടിയും മുടിയും വെച്ച് കെട്ടി ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവേല കേട്ടാ. കൊച്ചു ത്രേസ്യ ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാരും അറിയട്ടെന്ന്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? വലിയ തമ്പുരാക്കന്മാരാണെങ്കിലുമേ ഒന്നിനും നെറിയില്ല. നീ കൊച്ചു ത്രേസ്യക്ക് മനസ്സിലായി കേട്ടാ. അല്ലേ പിന്നെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാന്ന്. നീ കൂടുതലൊന്നും പറയണ്ട. കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി. ഏതാണ്ടൊക്കെ പറഞ്ഞെന്നാ? പറഞ്ഞത് കൃത്യമായിട്ട് എനിക്കങ്ങോട്ട് ഓർമ്മയുണ്ട് കേട്ടാ. കൊച്ചു ത്രേസ്യയെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത്. ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും 10ഉം 15ഉം ഭാര്യമാര് കണ്ടേനെ. ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ ഇരിക്കട്ടെ. എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്? ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവനാണെന്ന് അങ്ങയുടെ കാല് പിടിച്ച് പറഞ്ഞതാ. അന്നേരം ആ കാല് കൊണ്ട് എന്നെ അങ്ങേരെ മുഖത്ത് തൊഴിച്ചു. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. തിരുമേനി, എല്ലാം ഞാൻ മറക്കാം, എന്റെ ബ്രഹ്മചര്യം ഒഴിച്ച്. കൊച്ചു ത്രേസ്യേ, എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ അങ്ങനെ പറയല്ലേ. തമ്പുരാൻ അറിയാവാ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രി. അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടാ? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസിയാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചു ത്രേസ്യ സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാൽ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലും മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടിച്ചിരുത്താനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നത്. മേപ്പാടം കൽപ്പിക്കുന്നത് വരെ. മേപ്പാടൻ ആരുവാ? എന്ത് പറഞ്ഞാലും തല്ല ഒരു മേപ്പാടൻ. എന്താ ഭഗവതി ഈ കേക്കണേ? പ്രേമെന്നോ? കൊല്ലും നിന്നെ ഞാൻ. ആവശ്യത്തിലേറെ ലാളിച്ച് വഷളാക്കിയതിന്റെ കുഴപ്പമായി കാണണേ. ഞാനിവിടെ 46 വയസ്സ് കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നിട്ട് ഇങ്ങനൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. മോഹങ്ങളൊക്കെ അടക്കി ഒതുക്കി ചുരുട്ടി മനസ്സിൽ വെച്ചോണ്ട് നടക്കാ ഞാൻ. എന്തിനാ? ജീവനെ പേടിച്ചിട്ട്. ഇവിടത്തെ പുരുഷന്മാര് ബ്രഹ്മചര്യം തെറ്റിച്ച എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടാവാന്ന് നിനക്കറിയോ? ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. നിന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞത്. മീനാക്ഷിയെ വെറുതെ ഒന്ന് നോക്കിയതിന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കല്ലേ അറിയൂ. അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അവളെ വിവാഹം കഴിച്ചേ വെക്കൂ. നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നിനക്കറിയോ? അതുകൊണ്ട് പ്രേമം വല്ലാതെ മൂത്ത് കഴിയുമ്പോ നല്ല തണുത്ത വെള്ളം തലയിലൊഴിച്ച് സഹസ്രനാമ കീർത്തനവും ചൊല്ലി കമഴ്ന്ന് കിടന്ന് ഹരഹരോ ഹരഹര എന്നാണ് പറഞ്ഞാ മതി. ഇത് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത്. അമ്മാവൻ മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞു നോക്കൂ. നല്ല ശേലായി. ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും എങ്ങനെയാ ബ്രഹ്മചാരികളാക്കണ്ടേന്ന് ആലോചിക്കാൻ മുത്തശ്ശി. അതിന്റെ ഇടയിലാണ് വിവാഹം എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലണേ. കൊഴപ്പായി ദേവരുന്നു. ആർക്കായുടെ മംഗല്യം വേണ്ടത്? രാമോർമ്മയ്ക്കാണോടാ? എനിക്കല്ല. പോലോത്ത ആണുങ്ങളുടെ മൂത്തവൻ നീയല്ലേ? നീയൊക്കെ വേണ്ടെന്ന് വെച്ച മംഗല്യം പിന്നെ ഇവിടെ ആർക്കാ വേണ്ടത്? ഞാനായിട്ട് അത് പറയണില്ല. വേണ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ട്. ആരെ? ഉണ്ണിക്കുട്ടനോ? എന്താ നീ ഒന്നും മിണ്ടാത്ത? കുട്ടികളല്ലേ, ഈ പ്രായത്തിൽ ഉണ്ടാവണ ചെറിയൊരു മോഹം നമ്മുടെ ഉണ്ണിക്കുട്ടനും തോന്നി. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ എല്ലാം തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നേരം കുറെ ആയേ ത്രേസ്യ, ഇനി അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ പോവേണ്ട കേട്ടാ. കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോയാ മതിയെന്ന്. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. മേപ്പാടം മേപ്പാടൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഒരു മേപ്പാടൻ. അയാളെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടട്ടും. അയ്യാക്കടെ ഒരു ദുർഗന്ധവാദം. ആരാണ്ടും വരുന്നു. അങ്ങ് അകാലം അല്ല ത്രികാലജ്ഞാനിയല്ലേ സ്വാമി? ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി, അല്ലാതെ ശരണമില്ല സ്വാമി. ശരണം, രക്ഷിക്കണം. എന്റെ ഉണ്ണി ഈ കുടുംബത്തിന്റെ അന്തകനായി മാറാൻ പോണു. അവന് വിവാഹം കഴിക്കണോന്ന് ഏതോ ഒരു പെണ്ണുമായി അവന് പ്രേമമാണെന്ന്. ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഈ ജന്മത്ത് സ്ത്രീ സുഖം പാടില്ലെന്ന്
അറിയാലോ, എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഉപദേശിക്കണം. ഓ, ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സ് മാറ്റിത്തരാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. മാത്രമല്ല, ഈ കോലോത്തെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിശേഷാൽ പൂജ നടത്തി തരാനും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട്. ഓ, എന്ത് പൂജ നടത്തിയാലും അത് ശരിയാവില്ല സ്വാമി. കർമ്മികളിൽ വെച്ച് കർമ്മിയായ മേപ്പാടിന് പോലും ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ പേടിയാ. അത്രയ്ക്ക് ഭയങ്കര അവള്. അതിനേക്കാൾ ഭയങ്കരിയ എന്റെ കുട്ടിയെ മയക്കി വശത്താക്കി അവൾ. ഇവിടുത്തെ കുട്ടികളെ വശത്താക്കി കുടുംബം നശിപ്പിക്കാൻ വരുന്നവളെ ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല. മുത്തശ്ശി, ഉണ്ണിയേട്ടന്റെ ബൈക്ക് ആക്സിഡന്റ് ആയി. ഏട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യിക്കണമെന്ന് ഫോൺ വന്നു. എന്റെ ഉണ്ണി കേട്ടോ സ്വാമി, മനസ്സിലായിരുന്നത് തോന്നിയതേ ഉള്ളൂ, അപ്പൊ തന്നെ അപകടം വന്നു. എന്റെ ഈശ്വര, എന്റെ ഉണ്ണിക്കൊന്നും വരുത്തരുതേ. എന്റെ ഉണ്ണി ഈശോയെ, ഇത് എന്നാ പരീക്ഷണമാണ്.